ഉൽപ്പത്തി 37:9 യോസേഫിന്റെ രണ്ടാമത്തെ സ്വപ്നം രേഖപ്പെടുത്തുന്നു. ഇതാ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ വണങ്ങി. ഈ ദർശനം ഒരു അഗാധമായ പ്രവചന രഹസ്യം ഉൾക്കൊള്ളുന്നു. കാരണം യോസേഫ് ഏറ്റവും ഇളയവനും സഹോദരനാൽ നിന്ദിക്കപ്പെട്ടവനുമായിരുന്നപ്പോൾ അധികാരത്തിലേക്ക് ഉയരാനും ജീവന്റെ സംരക്ഷകനായി സേവിക്കാനും തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായി ദൈവം അവന്റെ വിധി വെളിപ്പെടുത്തി. സൂര്യനും ചന്ദ്രനും പലപ്പോഴും അവന്റെ പിതാവായ യാക്കോബിനെയും അമ്മയെയും പ്രതിനിധീകരിക്കുന്നതായി കാണപ്പെടുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ കുടുംബത്തെ ആയിരിക്കും. അതേസമയം 11 നക്ഷത്രങ്ങൾ അവന്റെ സഹോദരന്മാരെ പ്രതീകപ്പെടുത്തുന്നു. ഒരു ദിവസം യോസേഫ് തന്റെ കുടുംബം പോലും അവന്റെ മുമ്പിൽ കുമ്പിടുന്ന ഒരു സ്ഥാനത്ത് നിൽക്കുമെന്ന് കാണിക്കുന്നു. ദിവ്യ പരിപാലനത്തിന്റെ വിരോധാഭാസത്തിലാണ് രഹസ്യം സ്ഥിതി ചെയ്യുന്നത്. നിരസിക്കപ്പെട്ട ഒരു യുവാവിന് സ്വപ്നത്തിലൂടെ ദൈവം മഹത്വം വെളിപ്പെടുത്തുന്നു. പക്ഷേ കഷ്ടപ്പാടിലൂടെയും വിശ്വാസവാഞ്ചനയിലൂടെയും പ്രവാസത്തിലൂടെയും അത് നിറവേറുന്നു. അങ്ങനെ യോസേഫിന്റെ ജീവിതം ഈജിപ്തിലെ അവന്റെ ഉയർച്ചയെ മാത്രമല്ല, ദൈവം എളിമയുള്ളവരെയും ഉയർത്തുന്നു. വിധി രൂപപ്പെടുത്താൻ പരീക്ഷണങ്ങൾ ഉപയോഗിക്കുന്നു. ദൈവിക വീണ്ടെടുപ്പിന്റെ തുണിയിൽ മനുഷ്യരുടെ നിരാകരണം നെയ്തെടുക്കുന്നു എന്ന വലിയ ബൈബിൾ സത്യത്തെയും ഇത് സൂചിപ്പിക്കുന്നു.